സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ദിവ്യമായ സാന്നിധ്യം ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഹിതമറിയാൻ, അവിടുത്തെ മനസ്സറിയാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ധ്യാനിക്കുകയാണ് ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ. ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോയതും ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ജോലിയല്ല, അത് മറ്റാരുടെയാണെന്നൊക്കെ കരുതി നമ്മൾ മനഃപൂർവ്വമല്ല, ഉപേക്ഷയാലുള്ള പാവം എന്ന് പറയാറുണ്ട്. ചില കാര്യങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിലും സിൻ ഓഫ് ഒമിഷൻ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചടയ്ക്കത് നമ്മൾ ചെയ്യേണ്ട ചില കടമകൾ നമ്മൾ ചെയ്യാതെ പോകുന്നതും പാവമാണെന്നുള്ളൊരു അവയർനെസ് നമുക്കുണ്ടാകണം. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് പരിശുദ്ധാത്മ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച അനേക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്ന് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയുടെ പ്രകടനത്താൽ 10 മഹാമാരികളോളം ഒക്കെ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത മോശയുടെ നേതൃത്വത്തിൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശയോട് മലയുടെ മുകളിലേക്ക് കയറി ചെന്ന് ഈ ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായി ദൈവഹിതം എന്താണെന്നറിയാം, ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങാനായിട്ട് മോശയെ ദൈവം മലയുടെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. കുറേ നാളെടുത്തവിടെ. മോശ മലമുകളിലേക്ക് പോയിട്ട് കാണാനില്ല. അഹറോൻ താഴെയുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഈ ജനം അക്ഷമരായി. അവർ പറഞ്ഞു, അവൻ ആർക്കറിയാം, എത്രയോ പ്രായമായവനാണ്, അവൻ മലയുടെ മുകളിൽ പോയി മരിച്ചുപോയി, ആർക്കറിയാം, അവൻ തിരിച്ചു വരുമല്ലോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ രീതിയിൽ ഈജിപ്തിൽ അങ്ങനെ ആയിരുന്നപ്പോൾ അവിടുത്തെ ഈജിപ്തിലെ ഫറവോയുടെ ആ വിഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി മോശ വരുമോ ഇല്ലോ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാം, നമ്മുടേതായ ദൈവങ്ങളെ നമ്മൾ സൃഷ്ടിക്കാം. കാളക്കുട്ടി ഉണ്ടാക്കി അവരതിനു ചുറ്റും അറഞ്ഞുതുള്ളി നൃത്തം ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. അത് കേട്ടുകൊണ്ട് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ഉടനെ, ഇന്ന് 32 പുറപ്പാട് 32:7 ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക, നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം. നിർദ്ദേശിക്കണം, ദൈവം സ്വന്തം ശക്തിയാൽ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം മോശയെ വിളിച്ച് അതിനുവേണ്ടി ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്ന ജനം ദൈവത്തിനെതിരെ തിരിഞ്ഞു, ദൈവത്തെ മറന്നുപോയി. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം മോശയോട് പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. ദൈവജനമായി തീരാൻ വിളിച്ചാണ്, അവർ ദൈവജനം അല്ലാതായി തീർന്നു. നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എൻ്റെ ക്രോധം ആളിക്കത്തി ഇവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മോശ ദൈവത്തോട് പറയാം. നമ്മുടെ ഒരു മേഖലയാണ് കേട്ടോ, നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. അതിപ്പം യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രശ്നമൊന്നും നമ്മുടെ പ്രശ്നമല്ല എന്ന് നമ്മൾ ദൈവത്തോട് പറയണം. നമ്മൾ പലപ്പോഴും അത് അറിയാതെ എന്ന് പറയാൻ കാര്യം ദൈവത്തിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ദൈവം നീതിമാനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെ മറന്നുപോയൊരു ജനം സാത്താനെ ആരാധിക്കുന്ന ഒരു ജനമായി മാറിയപ്പോൾ ദൈവം അവരുടെ മേൽ പിന്നെ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ നീതി എത്ര ഉന്നതമാണ് നമ്മൾ ചിന്തിച്ചോണം. ഞാൻ കൊണ്ടുവന്നതാണ്, എൻ്റെ ജനമാണെന്ന് കരുതിയിരുന്നത് അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഈജിപ്തിലെ ദേവന്മാരാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവരെ സ്വന്തമായി കരുതുന്നില്ല. മോശയോട് നിന്റെ ജനമെന്ന് പറഞ്ഞു. മോശ എന്താ പറഞ്ഞു? എൻ്റെ ജനം എന്ന് പറഞ്ഞില്ല, നിന്റെ ജനമാണത് കർത്താവ്, നിന്റെ ജനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല ഇതാണ്. അതായത് നമ്മൾ ദൈവത്തിൻ്റെതാണ് എന്നുള്ളൊരു ബോധ്യം
നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, യേശുവിനെ നമ്മൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. കാരണം അവൻ കാൽവരിയിൽ തൻ്റെ രക്തം ഊറ്റിക്കൊടുത്തുകൊണ്ട് തൻ്റെ ശരീരം എല്ലാ നിന്ദനങ്ങളും പീഡകളും അതികഠോരമായ വേദനയും ഒക്കെ സഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ വരെ വിലയായി കൊടുത്തുകൊണ്ട് നമ്മെ സ്വന്തമാക്കിയ ദൈവമാണ്. നമ്മൾ അവിടുത്തേതാണ്. നമ്മൾ അവിടുത്തേതാണ്. ഇത് നിരന്തരം നമ്മൾ പറയണം, ദൈവമേ ഞങ്ങൾ അങ്ങയുടേതാണ്. ഞങ്ങൾ പലപ്പോഴും നിൻ്റേതല്ലാതായി ലോകമോഹങ്ങളിലൊക്കെ പെട്ടുകൊണ്ട് നിൻ്റേതല്ലാതായി സാത്താൻ്റെതായി മാറി. എങ്കിലും ഞങ്ങളും അതിന് നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളായിരിക്കുന്ന ദേശം. ഇന്ന് ഷിക്കാഗോയിൽ നിന്ന് ഇലിനോയ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ മേരി ജേക്കബ് പണയപ്പറമ്പിൽ നമ്മളെ ഓർപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മളായിരിക്കുന്ന ദേശത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മളെ ഭരിക്കുന്ന രാജാക്കന്മാരോ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിയോ, പ്രത്യേകിച്ച് നമ്മുടെ അമേരിക്കയിലാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇഷ്ടംപോലെ കുറ്റം പറയുന്നുണ്ടല്ലേ. നമുക്ക് ഏറ്റവും എളുപ്പം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കുറ്റം പറഞ്ഞു. അത് ശരിയല്ല. അത് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഉടനെ നമ്മൾ പ്രതികരിക്കുന്നത് കുറ്റം പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ആ ദേശത്തിന് വേണ്ടി, അല്ലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, രാജാവിന് വേണ്ടി, അവരെ ഭരിക്കുന്നവർക്ക് വേണ്ടി, ദൈവമേ നീയാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്. രാജാക്കന്മാരെ നിയോഗിക്കുന്നതും അവരെ മാറ്റുന്നതും കർത്താവ്. ജെറമ്യാ പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും രാജാവിനെ നിയോഗിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നുവെന്ന ജെറമ്യായോട് പറഞ്ഞ സംഭവമുണ്ട്. ദൈവമാണ് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ നിയോഗിക്കുന്നത്. നമ്മളത് അറിയണം. തൻ്റെ ജനത്തെ, ദൈവജനത്തെ ദൈവികതയിലേക്ക്, നിത്യതയിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ചില ആൾക്കാർക്ക് മോശമാണ് തോന്നിയേക്കാം, അല്ലേ? നമ്മൾ ഈ ഇസ്രായേൽ ജനത്തെ കാണുന്നുണ്ട്. അവരെ വിദേശ രാജാക്കന്മാരെ ഒന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദൈവജനം അതികഠോരമായി പീഡിപ്പിക്കപ്പെട്ടു. അവരുടെ ദേവാലയങ്ങളൊക്കെ തകർക്കപ്പെട്ടു, പ്രവാസികളായി കൊണ്ടുപോകപ്പെട്ടു. അതെന്താ സംഭവിച്ചത്? ദൈവമായ കർത്താവ് അവരെ ഒന്ന് തിരുത്തുകയായിരുന്നു. വക്രതയുള്ള കഠിന ഹൃദയമുള്ള ജനത്തെ വിദേശത്ത് പോയി വിദേശ അടിമകളായി പ്രവാസികളായി കടന്നുകൊണ്ട്, നമ്മൾ ചിന്തിക്കുന്ന ഈജിപ്തിൽ 440 വർഷം അടിമകളായി കിടന്നു കഴിഞ്ഞിട്ടും ഹൃദയം മാറാത്തൊരു ജനം തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിലൂടെ 40 വർഷം മരുഭൂമിയിലൂടെ അവരെ കൊണ്ടുവന്ന് അവരെ നല്ലൊരു ജനമാക്കി, ദൈവത്തെ അറിയുന്ന ജനമാക്കി മാറ്റാനായിട്ട് നമുക്കറിയാം. മോശ മരിച്ചു. അത് കഴിഞ്ഞ് ജോഷുവയുടെ നേതൃത്വത്തിലാണ്. ഇത് മോശ മരിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ദേശത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ, കാരണം ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി, കർത്താവ്, സൃഷ്ടാവ്, പരിപാലകൻ, നിയന്ത്രാതാവ് എന്നൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുക? ഞാനീ പറയുന്നത് ദൈവം ഉണ്ടെന്ന് പറയുന്ന വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്, ദൈവമാണ് നമുക്ക് നമ്മുടെ ജീവൻ നൽകിയത്, ദൈവമാണ് നമുക്ക് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ ആത്മാവിനെ തന്നത് ദൈവമാണ് ഈ ഭൂമിയെ നമ്മളെ പരിപാലിക്കുന്നത്. നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, അതില്ലാതെ പോകുന്നത് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കി, ദൈവത്തെ കാണാൻ പറ്റാതെ സാത്താൻ ദൈവത്തിനെതിരായിട്ട് എപ്പോഴും ലോകത്തിൽ മനുഷ്യഹൃദയങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിച്ചതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏദൻ തോട്ടത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച്, ഏദൻ തോട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്ന ആദവും ഹവ്വായൊക്കെ ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആദവും ഹവ്വായും അത് പിന്നീട് തലമുറയിലൂടെ തുടരുകയാണ്, അല്ലേ? അപ്പനും അമ്മയും എങ്ങനെയാണ്, അതുപോലെ മക്കളും തലമുറകളും ആകുമ്പോൾ എന്നുള്ളത് വലിയ തെളിവാണ്. നമ്മൾ ഈ പഴയ നിയമം നമ്മൾ ഉൽപ്പത്തി തൊട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാത്തത് അതുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ കഠിന ഹൃദയമായി ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അപ്പോൾ ഈ മോശ എന്താ ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, നമ്മൾ പറയണം കർത്താവേ നിന്റെ ജനമാണ്. സഭയുടെ ഉദ്ദേശം നിവൃത്തി, ദൈവം ആക്കിയിരിക്കുന്ന ഭൂമിയിൽ സഭ ആക്കിയിരിക്കുന്നത് ഈ ക്രിസ്തുവിലേക്ക് എപ്പോഴും ജനങ്ങളെ തിരിച്ചുവിടാനാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ശരീരമുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രവണതകളും അനുസരിച്ച് നിരന്തരം വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള നമ്മളെ, ഇല്ലേ, വർഷ അവസാന ധ്യാനം എന്നൊക്കെ ഇപ്പം നടക്കുന്നില്ലേ, നമ്മൾ വലിയ നോമ്പിലെ ധ്യാനം, ആണ്ടിലൊരിക്കലെ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, പിന്നെ ക്രിസ്മസിനുള്ള 25 നോമ്പിലുള്ള ധ്യാനം,
ഇതൊക്കെ എന്താ? ദൈവത്തിന്റെ അടിയിലേക്ക്, ലോകത്തിലേക്ക് തിരിഞ്ഞു പോയ, ലോകത്തിന്റെ മദ്യവും ലോകത്തിന്റെ മയക്കുമരുന്നും ലോകത്തിന്റെ ജഡികഭാവങ്ങളുടെ ആനന്ദം തരുന്നത് അത് മതി ജീവിക്കാൻ എന്നുള്ള ചിന്തയിൽ വഴിതെറ്റി നാശത്തിന്റെ വഴിയിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ അതല്ല അത് മക്കളെ, അത് തെറ്റായ വഴിയാണ്. അതല്ല, ദൈവത്തിന്റെ വഴിയാണ്, യേശു പറഞ്ഞ വഴിയാണ്, നിത്യതയിലേക്കുള്ള സമാധാനം നൽകുന്ന വഴി. ആ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഞാൻ പറയും, സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് ഓരോരുത്തരും, ഇതാണ് ഞാൻ പറഞ്ഞത്, സിന്നഫം. അത് നമ്മൾ മറന്നുപോയി. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നടന്നാൽ മതി. അതും കുറേ കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാണെങ്കിൽ പിന്നെ നമ്മൾ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ കാര്യം വളരെ ഭംഗിയായിട്ട് പോകുന്നു. അധികം നാളങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. പറയുന്നത് നമ്മുടെ തന്നെ ജീവചരിത്രത്തിലേക്ക് നോക്കി, പുറകോട്ട് നോക്കി കാണാം. നമ്മളെപ്പോൾ കുഴപ്പമില്ല, ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോയ നാടുകളൊക്കെ നമ്മൾ തകർന്നു വീണു. ദൈവം വേണ്ട, എനിക്ക് എൻ്റെ പണവും എൻ്റെ പ്രതാപവും പ്രശസ്തിയൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം തകർന്നു. ബന്ധങ്ങൾ തകർന്നു, ജീവിതം തകർന്നു, സമാധാനം തകർന്നു, മൊത്തം ആകെ പ്രശ്നമായി. കാരണം എന്താ? ദൈവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ സാത്താൻ കയറി. ദൈവം എപ്പോഴും നമ്മളെ അവകാശപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ദൈവം ഇല്ല എന്ന് നാം പറഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവം നീതിമാനാണ്. നമ്മളത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറുന്ന ദൈവമല്ല. 2 വഞ്ചിയിൽ കാല് വയ്ക്കാമെന്നൊക്കെ എലിയ ചോദിച്ചതുകൊണ്ടാണ്. എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാല്? ദൈവം എപ്പോഴും, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഒറ്റ വാക്കാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവിൻ. ലേവ്യര് 11:44-45 വചനമാണ്. ദൈവത്തിനെപ്പോഴും, നമ്മൾ അശുദ്ധിയിലാണെങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. നമ്മൾ അശുദ്ധിയിലാണെങ്കിൽ സാത്താൻ നമ്മളെ കീഴടക്കി നമ്മളെ അടിച്ച് തകർത്ത് ഇല്ലാതാക്കി കളയും. അവിടേക്ക് ദൈവത്തിന് നമ്മുടെ ആത്മാവിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് സാത്താൻ നമ്മളെ അടിമകളാക്കിയിടും, നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം കൈവിട്ടതല്ല, ദൈവത്തിന് അങ്ങോട്ട്. കാരണം വിശുദ്ധി ഉള്ളിടത്തെ ദൈവത്തിനായിരിക്കാൻ പറ്റുള്ളൂ. ദൈവം നമ്മളെ നിരന്തരം തേടുന്നുണ്ട്, പാപികളെ തേടി വരുന്ന ദൈവം. പക്ഷെ നമ്മളത് അനുദപിക്കാതാണല്ലോ, മാനസാന്തരം അനുതാപമില്ലാതെ എനിക്ക് തെറ്റിപ്പോയി എന്ന് ചിന്തിക്കാതെ ഈ വഴി മതി, ഇത് കുഴപ്പമൊന്നുമില്ല, ദൈവമൊന്നും വേണ്ട, ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു മേഖലയിൽ നമ്മൾ ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ തീർച്ചയായും അതിന് ഒറ്റ വാക്കി പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നമ്മുടെ ഈ നോമ്പിൽ അത് പഠിക്കണം. ചുമ്മാ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതല്ല. നമ്മളുടെ ജീവിതത്തിൽ യേശുവിലേക്ക് നോക്കിയാൽ കാണാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ടായ്മയൊക്കെ, നമ്മൾ ചില ധ്യാനങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഈ പ്രഭാത പ്രാർത്ഥന. പ്രഭാതത്തിൽ അങ്ങനെ നമ്മൾ അനേക ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നൊരു ബുദ്ധിമുട്ടല്ല. എല്ലാ ദിവസവും നമുക്ക് ഉറക്കമൊക്കെ കളഞ്ഞില്ലേ ബുദ്ധിമുട്ട് പറഞ്ഞു. നമ്മൾ ലേറ്റായിട്ട് കിടക്കുകയുള്ളല്ലോ, നേരത്തെ കിടക്കുകയില്ല. അപ്പോൾ അത് അവർ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ആരെങ്കിലുമൊക്കെ കൂട്ടായ്മ നയിക്കുന്നുണ്ടല്ലേ, എല്ലാ സ്ഥലങ്ങളും 7 ദിവസവും എല്ലാ സ്ഥലങ്ങളിലും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥന നയിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ കയറിയിലും കുഴപ്പം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ദിവസം ലീലുവിനോട് കർത്താവ് പറയുകയാണ്, കേൾക്കുകയാണ്, നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ തീക്ഷ്ണമായി പങ്കെടുക്കുക, പ്രഭാത പ്രാർത്ഥനയിൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നാളത്തേക്ക് നടക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് മുടക്കമൊന്നും വന്നിട്ടില്ലല്ലോ, നടക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുകയാണ്, ഞാനൊരു കൽപ്പന പോലെ പറയുന്നു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഇതൊരു ആജ്ഞയായിട്ട് തോന്നി. പിന്നീട് അന്നോട്ട് ഇന്ന് വരെ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും അങ്ങേയറ്റം തീഷ്ണത. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അലാറം അടിക്കുക അങ്ങനെയൊക്കെ വന്നു, അല്ലെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉറക്കവും ക്ഷീണമൊക്കെയാണ്, ഒന്നുകൂടെ ഉറങ്ങാൻ തോന്നിയേക്കാം. ഇത് കാരണം ഇതൊരു ബലിയാണ്, ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് ബലിയില്ലാത്ത സഹനമില്ലാത്ത കാര്യങ്ങളൊന്നും ദൈവസന്നിധി, കാരണം പിശാചിന് അവിടെ കയറാൻ പറ്റില്ല. സഹനം ഉള്ളിടത്താണ്. പ്രഭാതത്തിൽ സുഖമായി കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പക്ഷെ അത് എഴുന്നേൽക്കുമ്പോൾ ഒരു സഹനമാണ്. ആ സഹനം അത് ദൈവിക സ്വഭാവമാണ്. അവിടെയാണ് തിന്മയ്ക്ക് കയറാൻ പറ്റുക. സഹനം ഉള്ളിടത്ത് തിന്മയ്ക്ക് വരാൻ പറ്റില്ല. അപ്പോൾ യേശുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, യേശു നമ്മൾ ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ചില്ലേ. ആ 33 വർഷം ജീവിച്ചപ്പോൾ നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. യേശു വൈകുന്നേരം വരെ പത്രോസിന്റെ വീട്ടിലേക്ക് യേശു വന്നു. പത്രോസിന്റെ വീട്ടിൽ വന്ന് അമ്മായിമ്മ പനി പിടിച്ചെടുക്കുകയായിരുന്നു. പത്രോസിന്റെ കൂടെ കൂടി അത് കഴിഞ്ഞ് അമ്മായിമ്മ പനി പിടിച്ച പത്രോസിന്റെ വീട്ടിലേക്ക് ഈശോ വന്നു. അന്ന് രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്യാണ്.
ഇത് സന്തോഷമല്ലേ? പത്രോസിന്റെ വീട്ടിൽ ഈശോ വന്നു. ആ വീടിന് ചുറ്റും വലിയൊരു പെരുന്നാൾ പോലെയാണ്. ആൾക്കൂട്ടം വന്ന് ആ വീട് മുഴുവൻ നിറഞ്ഞിട്ട് അവിടെ ചുറ്റുപാടും അവരുടെ കാര്യം. അമ്മായിമ്മ പത്രോസിന്റെ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനും യോഹന്നാടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവളവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതുക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തങ്ങളെ അറിഞ്ഞിരുന്നുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. വളരെ ലേറ്റായി നോക്കണം. ആ നഗരം മുഴുവനും പത്രോസിന്റെ വീട്ടിൽ കൂടി. പത്രോസ് ആത്മീയതയിലേക്ക് വരുന്നതേ ഉള്ളൂ. പത്രോസ് വിചാരിച്ചു നല്ല കാര്യമാണ്, ഞാൻ ഈ നാട്ടിലെ വലിയ പ്രമാണിയായി പോകണം, എല്ലാവരും എൻ്റെ വീടിനേറ്റവും കൂടിയിരിക്കുകയാണ്. പത്രോസിന്റെ വീട്ടിൽ യേശു വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഉള്ളിൽ പലപ്പോഴും ഈ ഒരു കംപ്ലേസൻസി, അതായത് കുഴപ്പം നമ്മുടെ കൂടെ യേശു നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മളോട് സൂക്ഷിക്കേണ്ട മേഖലയാണ്. അതിരാവിലെ നോക്കണം, ആരും അറിഞ്ഞില്ല യേശു അങ്ങനെ പറഞ്ഞത്. ഇത് മർക്കോസ് 1-ാമത്തെ അധ്യായം 35. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ഈ നോമ്പുകാലത്ത്. അതിരാവിലെ, കഴിഞ്ഞ ദിവസം നമ്മുടെ സൂസൻ പാടിയ പാട്ടാണ്, അതിരാവിലെ ഉണർന്നു. പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്ന പാട്ടാണ്. അതിരാവിലെ, രാവിലെ എന്നല്ല, അതിരാവിലെ അവൻ ഉണർന്ന ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നോക്കണം, ഈശോ ശക്തനായവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നു. എന്താ അധികാരമാണ്! എന്നിട്ടും അവൻ ഈ ശക്തി എവിടുന്നാന്ന? നമ്മുടെ ജീവിതത്തിലെ ദൈവിക ശക്തി അത് ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ പറയും. നമ്മുടെ ബാക്കി എല്ലാ കുർബാനയൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഒരുങ്ങുന്നത് ഈ പ്രഭാതത്തിലാണ്. അത് കാര്യമാണ് നമ്മൾ. അതുകൊണ്ട് ഈ നോമ്പിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടായ്മ അനേകരോട് പറയാറുണ്ട്, അത് കയറിക്കോളാം കേട്ടോ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാം. എത്ര പലരും വിളിച്ച്, പിന്നെ ഫോൺ നമുക്ക് എടുക്കുക, എപ്പോഴും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ഇല്ലുമല്ല ഞാൻ എടുക്കും. പക്ഷെ ആരോടും പറയും, നിങ്ങൾ ഈ പ്രഭാതത്തിലൊന്ന് പ്രാർത്ഥനയിൽ പങ്ക് എന്ത് എളുപ്പമാണ്. പൊതുവായിട്ട് ഇത്രയും പേർ ഒരുമിച്ച് പ്രാർത്ഥന, അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം നടക്കുന്നത്. ഈശോ അതിരാവിലെ എഴുന്നേറ്റ് ആ യേശു എന്ന് ജീവിക്കുകയാണ്. ഈ യേശുവാണ് അതിരാവിലെ നമ്മളെ വിളിച്ചെഴുന്നേപ്പിച്ച് ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെ അവൻ എഴുന്നേറ്റ് മലയുടെ മുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ട്. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവർ നോക്കണം. ശിമയോൻ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി. രാവിലെ എന്താ ഈശോയ്ക്ക് മീൻ വറുത്തതോ അപ്പോൾ ഉണ്ടാക്കി വെച്ച് അമ്മായിമ്മയോടൊക്കെ പറഞ്ഞാണ് ഇന്നലെ സുഖപ്പെട്ടതല്ലേ. അത് രാവിലെ ഈശോയെ വിളിച്ചെഴുന്നേപ്പിക്കണം അല്ലേ. ഈശോയെന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ശിമയോൻ പതുക്കെ വാതിലെ കൊട്ടിയപ്പോൾ വാതിൽ തുറന്നെടുക്കുന്നു. എന്ത് പറ്റി? ഇവനെ കാണുന്നില്ലല്ലോ. എന്താണ്? ശിമയോനും അന്ത്രയോസും ബാക്കി സെബെദീപുത്രന്മാരും കൂടെ ഉണ്ടായിരുന്നവർ അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. ഈ പത്രോസ് വിചാരിച്ചറിയാം, ഇന്ന് തൊട്ട് നല്ല പരിപാടി, യേശു എൻ്റെ ഭവനത്തിൽ വസിക്കും, ഇവിടെ എല്ലാവരും കൂടിക്കൊണ്ടിരിക്കും. ഇത് വലിയൊരു മേഖല. നമ്മൾ മനുഷ്യരല്ലേ, നമുക്കൊരു പ്രമാണിത്വം, എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം, ആദരിക്കണം, നല്ല കാര്യമല്ലേ. പത്രോസ് വിചാരിച്ചത് ഈശോ അവിടെ പത്രോസിനെ തന്നെ പഠിപ്പിക്കാന്ന് പ്രിയമുള്ളവരെ. ഇതാണ് എൻ്റെ ജീവിതം. പ്രഭാതത്തിൽ അതിരാവിലെ ഞാൻ എഴുന്നേക്കും, നിങ്ങൾ എൻ്റെ കൂടെ എഴുന്നേക്കുക, ഞാൻ നിങ്ങളോട് താമസിക്കാം. അതിരാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇത് നമ്മൾ ഗത്സമന തോട്ടത്തിലും കാണുന്നുണ്ട്. ഈ പത്രോസിനെ അന്ന് ഗത്സമന തോട്ടം വരെയും നമ്മൾ കാണുന്ന അന്നും ഉറക്കമാണ്. പത്രോസും യാക്കോബും യോഹന്നാനുമാണ്. അന്നും ഗത്സമന തോട്ടത്തിൽ ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ഈശോ പിതാവിനോട് രക്തം വിയർത്തുകൊണ്ട് നിലവിളിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം, അവരോട് ക്ഷമിക്കണമേ, എന്നോടും നിങ്ങളോടും നമ്മളോടും നമ്മുടെ മക്കളോടും വരുന്ന തലമുറയോട് ക്ഷമിക്കണമേ എന്നാണ് അന്ന് ഈശോ ഗത്സമന തോട്ടത്തിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അന്ന് യേശു ഒറ്റയ്ക്കായി പോയി, ആരും കൂടെ പ്രാർത്ഥിക്കാനില്ല. പത്രോസും യാക്കോബും ഇത് അറിയാതെ ഉറങ്ങാൻ. നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ അല്പസമയം കർത്താവിനോട് കൂടെ നിൽക്കേണ്ട സമയമാണിത്. ഈശോ എന്താ ഈ പത്രോസ് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ നിന്നെ തിരക്കി അനേകർ വരുന്നുണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് നാട്ടുകാർ മുഴുവൻ വന്നുകൊണ്ടിരിക്കുക. ഈശോ എന്താ പറഞ്ഞെന്ന് നോക്കാൻ പറയുള്ളവരെ. ഈശോ പറഞ്ഞു,
എല്ലാവരും നിന്നെ. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അത് കേട്ട് പത്രോസിന് തല താന്നു. ഇവിടെയൊന്നുമല്ല, എല്ലായിടത്തേക്കും അനേക ചുറ്റുപാടും. നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, എനിക്ക് അവിടെയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ, അനേക അടുത്ത പട്ടണങ്ങളിലും പ്രദേശങ്ങളിൽ സിനഗോഗുകൾ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ചു. ഇവർ വീട് വിട്ടു അവന്റെ കൂടെയായി. അവന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയും, വീട് വിട്ട് ഇറങ്ങി. പത്രോസ് ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെ മറന്നെന്നുള്ളതല്ല. ഭാര്യയ്ക്ക് സന്തോഷം നടക്കുക അല്ലെ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഈശോയുടെ കൂടെയാണ്. നമ്മൾ ചോദിക്കുക, നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക? എൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭാര്യയോ ഈശോയുടെ കൂടെ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ എന്തൊരു ആത്മസന്തോഷം നമുക്കുണ്ട്. അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല. പത്രോസിനും ഭാര്യയ്ക്കും അമ്മാമയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്നു. നമുക്കറിയാം, ഞാൻ നിന്നെ ഒരിക്കലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പറയാൻ തക്കവണ്ണം ഒരു ആത്മബന്ധമുണ്ടായി യേശുവുമായിട്ട്. ആ ഒരു ആത്മബന്ധം നമുക്ക് വേണം. അപ്പം അവന് വേണ്ടി സഹിക്കാൻ, നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്, നിന്റെ കൂടെ എവിടെ പോകാനും, കാരാഗ്രഹത്തോടെ ഞാൻ പോകാം എന്നാ പത്രോസ് പറഞ്ഞു. ഈശോ പറഞ്ഞു, അതൊക്കെ പോയി പറയും, പക്ഷേ ഈ രാത്രിയിൽ കോഴി 3 പ്രാവശ്യം കൂകുന്നതിന് നീ എന്നെ ഈ പ്രാവശ്യം 1 പ്രാവശ്യം കോഴി 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറയുന്നു. നമ്മുടെ മാനുഷികത അറിയുന്ന കർത്താവ്. നമ്മളിങ്ങനെ ഒന്ന് ഉറങ്ങി സുഖമായി പുതപ്പിനടിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയ സമയമാണ് പ്രഭാതം. അപ്പൊ നമ്മൾ ഉറങ്ങരുതേ, നമ്മൾ എഴുന്നേറ്റ് യേശു വന്നിട്ടുണ്ട്, അതിരാവിലെ നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അത് നമ്മളെ ഇടയ്ക്ക് തോണ്ടി വിളിക്കും കേട്ടോ. ഞാൻ പലരോടും പറയാറുണ്ട്, എനിക്ക് പല അനുഭവമുണ്ട്. ഇവിടെ ആരോടെ തോളി തോണ്ടിയപ്പം ചുറ്റുമൊക്കെ ഞാൻ തോന്നത്തിൽ ഇലുവോ മോളോ വരാൻ നമുക്ക് ആരുമില്ല. ഇതല്ല അനുഭവങ്ങൾ എനിക്കുണ്ട്. തോളിൽ തോണ്ടിയിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞാനോ എഴുന്നേറ്റിരുന്നു. ശരിക്കും എൻ്റെ കർത്താവെ നന്ദി കേട്ടോ, നീ എന്നെ ഉണർത്തിയതിനായത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം കർത്താവ് നമ്മളെ നയിക്കുന്ന ഒരു അനുഭവമായി ഈ പ്രഭാതത്തിൽ പ്രധാനപ്പെട്ട നമുക്ക് വലിയ സഹനമാണ്. നമുക്ക് ഏറ്റവും വലിയ സഹനം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളത് പരിശീലിച്ചു നോക്കിയേ, വലിയ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് വരും. സങ്കീർത്തനം 108 നമ്മൾ പലപ്പോഴും ചിന്തിച്ചാൽ മതി. സങ്കീർത്തനം 108 നമ്മൾ ഈ ധ്യാനത്തിനൊക്കെ ആയിരിക്കും, താമസ ധ്യാനത്തിനൊക്കെ നമ്മൾ അതിരാവിലെ എഴുന്നേക്കും. 6 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് രാത്രി 12 മണിയൊക്കെ ചിലപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് 6 മണിക്കൊക്കെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ അത് എന്താണ് വചനം പഠിപ്പിച്ചിരിക്കുന്നതാണ്. അവിടെ സങ്കീർത്തനം 108:2 എൻ്റെ ആത്മാവേ ഉണരുക, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവം. ഒന്നാമത്തെ വചനമാണ്, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. എന്താ, ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. എൻ്റെ ആത്മാവേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, ഉഷസ്സിനെ അല്ലെങ്കിൽ പ്രഭാതത്തെ ഞാൻ വിളിച്ചുണർത്തും. സൂര്യപ്രകാശന്റെ മുഖത്ത് തട്ടി, സൂര്യപ്രകാശമല്ല എന്നെ ഉണർത്തേണ്ടത്. രാവിലെ കിളികളൊക്കെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ നോക്കട്ടെ. എത്ര സമയമായി, ഇപ്പോഴും നീ കിടന്ന് ഉറങ്ങുകയാണോ? രാവിലെ വന്യമൃഗങ്ങളൊക്കെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആദത്തിന് കൊടുത്ത അധികാരം, എല്ലാ മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും മേലെ നിനക്ക് അധികാരം ദൈവം തന്നിരിക്കുന്ന, ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന നീ ഇപ്പോഴും കിടന്നുറങ്ങുക ണോ? നമ്മുടെ ആത്മാവില് പ്രഭാതത്തില് ദൈവ സാന്നിധ്യം നിറയ്ക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളം തിന്മയാണ്. അതാണ് സങ്കീർത്തനം 108 പറഞ്ഞത്, വീണയും കിന്നരവും ഉണരട്ടെ, ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവേ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും, ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കും. പ്രഭാതത്തെ അല്ലെങ്കിൽ സൂര്യപ്രകാശമല്ല എന്നെ ഉണർത്തേണ്ടത്. ഞാൻ പറയും സൂര്യനെ, അല്ലെങ്കിൽ എങ്ങനെ അതൊരു ആലങ്കാരികമായി പറഞ്ഞതാണ്, ഞാൻ ഉണർന്നു കഴിഞ്ഞു മതി പ്രഭാതം ഉണ്ടാകാൻ, ഞാൻ ഉണർന്നു കഴിഞ്ഞു മതി സൂര്യൻ ഉദിക്കാൻ. കാരണം ദൈവസന്നിധിയിലേക്ക് ഞാൻ ആ ദിവസത്തെ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമായി അല്ലെ, എനിക്കും മറ്റനേകർക്ക് തീരുവാൻ വേണ്ടി നമ്മൾ അതിരാവിലെ അത് കാണാം. ഈ സങ്കീർത്തനം 108 കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വചനമാണല്ലോ. അതുകൊണ്ടാണ് മർക്കോസിൽ നമ്മൾ കണ്ടത്, യേശു അതിരാവിലെ എഴുന്നേറ്റു, അതിരാവിലെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി നമ്മുടെ ദൈവസന്നിധി. യേശു ചെയ്തെങ്കിൽ ഇന്ന് നമുക്ക് പല പ്രശ്നങ്ങളും ഉള്ളതിന്റെ കാരണം ഇതാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുകയാണ്. തന്നിഷ്ടം പോലെ നടക്കുന്ന ഒരു ഹൃദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ഇല്ലാത്തത്. നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
എത്രയൊക്കെ എങ്ങനെയൊന്നും ക്രിസ്ത്യാനിയുടെ കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടം പോലൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അനുദിനം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ ഈശോ പറഞ്ഞത്. വേറൊന്നും ഈശോയ്ക്ക് വേണ്ട. നമ്മുടെ പണം വേണ്ട, നമ്മുടെ ബാങ്ക് ബാലൻസ് വേണ്ട, നമ്മളുടെ അടുത്തത് ഒരു കാര്യം ഈശോയ്ക്ക് വേണ്ട. ഈശോ പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം ഇല്ലാതായി സ്വന്തം കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ ഭൂമിയിൽ യേശുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ യാത്ര നോക്കി എന്തായിരുന്നു? മനുഷ്യവർഗത്തിന്റെ സകല പാപഭാരവും ചുമന്നുകൊണ്ട് അവൻ ഗാഗുൽത്താ മലയിലേക്ക് ആ വഴിയിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ടുകൊണ്ട് മലയുടെ മുകളിലെത്തി അവിടെ അവൻ ബലിയായി തീർന്നു. നമ്മളോടും പറഞ്ഞത്, ആ ഗാഗുൽത്തായിലേക്ക് നിങ്ങൾ വരിക, നോക്കുക. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ജീവിതമെന്ന്. ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇതേ കിടക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ബലിയായി നമ്മുടെ ജീവിതവും അതുപോലെ. നമ്മൾ പറയാമല്ലോ, ഞാനും ഒരു ദിവസം അതുപോലെ ബലിയായി തീരണം. കുരിശിൻ്റെ വഴിയിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി നമ്മൾ. എന്ന് പറയുമ്പോൾ കുരിശിൽ മരിക്കാനൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല. ആ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ പാപഭാരം കൊണ്ടൊന്ന് സമർപ്പിക്കാൻ, അവനാണ് നമുക്ക് വേണ്ടി മരിച്ചവൻ. അതിരാവിലെ എഴുന്നേക്കാൻ, ഈശോയുടെ ആ മനസ്സൊന്ന് അറിയാൻ അവൻ ആഗ്രഹിക്കുന്നതാണ് പ്രിയമുള്ളത്. അതിരാവിലെ എഴുന്നേക്കാൻ അപ്പൊ അനേകർക്ക് വേണ്ടി മധ്യസ്ഥമായി ഇന്നത്തെ സ്വഭാവമാണ്. അതായത് ഈ മോശ ആ ജനങ്ങള് ദൈവം പോലും ദൈവത്തെ അറിയാത്തൊരു ജനത്തിന്റെ ഇടയിലാണ് നാം വസിക്കുന്നത്. പ്രാർത്ഥനയിൽ നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവം. ഞാൻ പറയും, നമ്മൾ ഇന്ത്യയിൽ കിടന്ന് നമ്മളെ എന്താ അമേരിക്കയിൽ നിന്ന് നമ്മൾ വിചാരിച്ച അമേരിക്ക ഒന്നും നല്ല കാശുണ്ടാകല്ലേ. ഇവിടെ വന്ന് ഇവിടെ അറിയുന്നു ഇവിടുത്തെ സംഗതികളൊക്കെ എന്താണ്. ഇത്രയും ബുദ്ധിമുട്ട് നാട്ടിലൊക്കെ സുഖമായിട്ടിരുന്നവർ ഇവിടെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യണം, ബാത്റൂം കഴുകണം, പിന്നെ എന്തെല്ലാം കാര്യം നമ്മൾ സ്നോ മാറ്റണം. നമ്മൾ തന്നെ നാട്ടിലൊക്കെ വല്ലവരെയും കൊണ്ട് ജോലി ചെയ്ത് സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന ഇന്ന് നമ്മൾ അടിമകളെ പോലെയാണ് ഇവിടെ. അതൊരു സഹനമാണ്. ദൈവം നമ്മളെ നേരെയാക്കുകയാണ്. നമ്മുടെ സമ്പത്തിന്റെയും പ്രൗഢിയുടെയും കുടുംബ മഹിമയുടെയും ഒക്കെ ഇന്ന് നാട്ടിൽ കിടന്ന് ചെല്ലുക, അതിനുവേണ്ടി അടിപിടി കൂടുക. പണവും സമ്പത്തും കുടുംബ മഹിമയൊക്കെ പറഞ്ഞു അതുകൊണ്ട് അത് പലപ്പോൾ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. അതൊക്കെ പലപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ? അതല്ല ജീവിതം എന്നാണ്. അല്ല, ഇവിടെ ജെറമിയായുടെ ഒരു വചനമുണ്ടല്ലോ, ജെറമിയ പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഞാൻ നിങ്ങളെ ജെറമിയ 29:7 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലേക്ക് നമ്മളെ അല്ലെങ്കിൽ ഗൾഫിലേക്കോ നിങ്ങൾ എവിടെയാണോ ആ ദേശത്ത് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോയവർക്കറിയാം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട്. കാര്യം അങ്ങനെയാണ്. സ്വന്തം നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര മടിയാണ്. നമ്മുടെ അഭിമാനം സമ്മതിക്കത്തില്ല. നമുക്ക് നമ്മുടെ നാടിന് പുറത്തു പോയി എവിടെ പോയാലും നമുക്ക് എന്തും ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഞാൻ പറയുന്ന വേറെ രീതിയിൽ പറയല്ലോ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ചെയ്യുന്ന ജോലി അതിനേക്കാളിലും മോശമായ ജോലിയാണ് നമ്മുടെ പലരും പുറത്തു പോയി ചെയ്യുന്നത്. ഇത് വലിയൊരു ബന്ധനം തന്നെ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അമേരിക്കയിൽ നമുക്ക് കാണാം, ഇവിടെ എല്ലാവരും സായിപ്പ് അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഒരു പ്രശ്നമില്ല അവർക്ക്, നല്ല അഭിമാനമുള്ളവർക്ക്. അവരുടെ ഒരു കാര്യം നമുക്ക് പറ്റിയ കുഴപ്പം, നമുക്കൊരു കാര്യം സ്വന്തമായിട്ടുള്ള ചെയ്യാനായിട്ട് സാന്ദർഭികം പറഞ്ഞത് അത് ദൈവം നമ്മളെ നേരെയാക്കാൻ വേണ്ടി ഒരു അടിമത്തിലേക്ക് നമ്മളെ വിട്ടുന്നത്. ഇവിടെ ജെറമിയ പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് പ്രവാസികളായി ദൈവജനം ഈ ഇസ്രായേലിൽ നിന്നും പുറത്തുപോയി ദൈവത്തെ അറിയാത്തത് കൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരു ജനത്തിന് പ്രവാസികൾക്കുള്ള കത്തെന്ന് പറഞ്ഞാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ജെറമിയ പറയാണ്, ദൈവമായ കർത്താവ് പറഞ്ഞ ജെറമിയ 29:7 ഞാൻ നിങ്ങളെ അടിമകളായി ജെറമിയ 29:7 ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിന് വേണ്ടി യത്നിക്കുവിൻ, അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് നമ്മൾ എവിടെയാണോ അല്ലെ, ഇന്ന് ഷിക്കാഗോയിലുള്ള പ്രാർത്ഥന നടക്കുകയാണ്. ഷിക്കാഗോ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത് ദൈവം നിശ്ചയിച്ച കാര്യമാണ്. അല്ലെങ്കിൽ ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി, അമേരിക്ക മുഴുവനും വേണ്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് തീർച്ചയായിട്ടും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നന്ദി പറയാം നമുക്ക് ദൈവത്തിന്. നമ്മളായിരിക്കുന്ന നഗരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവിടെ നടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ മക്കളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നന്മയുണ്ടാകാൻ നിങ്ങൾ ആ നഗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അതായത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മേഖലയാണ്. നമ്മളെ എസെക്കിയേല്, നമ്മളെ ഈ കൂട്ടായ്മയ്ക്ക് ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എസെക്കിയേൽ 1-9 വായിക്കാൻ പറഞ്ഞു. ദേശത്തേക്ക് ഒരു വാളൊക്കെ വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ
9 വരെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് 9-ാമത്തെ അധ്യായത്തിലൊരു കാര്യം പ്രത്യേകം പറയുന്നത്, നമ്മൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഇത് വലിയ മേഖലയാണ്. നമുക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ആദ്യമേ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുക. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തമായ എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുത്തുകൊള്ളുമെന്നൊരു ഗ്യാരണ്ടി ദൈവം തന്നിട്ടുണ്ട്. മത്തായി 6:33. ഇവിടെ നമ്മൾ എസെക്കിയേൽ 9 വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അവിടെ ദേശത്ത് നടക്കുന്ന അവിടെ എസെക്കിയേൽ 9 അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, നഗരത്തെ ശിക്ഷിക്കുന്നവരെയും സംഹാരദൂതന്മാർ ഇറങ്ങി വരികയാണ്. ഇവിടെ ഈ ജെറുസലേം നഗരം അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് സംഹാരത്തിന്റെ വലിയ മേഖല നടക്കാൻ അവിടെ. നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാര ആയുധങ്ങളുമേന്തി അടുത്തു വരുവിൻ. ഇതാ 6 പേർ വടക്കോട്ടുള്ള മുകളത്തെ കവാടത്തിന്റെ ഭാഗത്ത് വരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരുന്നു. അവൻ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം കെരൂബുകളെന്ന് ഉയർന്ന ആലയത്തിന്റെ വാതുക്കൽ പടിയിലെത്തി. അവിടുന്ന് ചണവസ്ത്രം സംഹാരം നടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നടക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഏത് ദേശത്ത് എവിടെ ആയിക്കൊള്ളട്ടെ, ഇവിടെ എന്ത് സംഹാരമുണ്ടായാലും അതിനു മുമ്പ് ഒരു സംരക്ഷണമുണ്ട്. നമ്മൾ അറിയണം. ഇത് അവിടുന്ന് ചണവസ്ത്രം ധരിച്ച പാർശ്വത്തിൽ എഴുത്ത് സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു പറഞ്ഞു. അവനോട് അരുളി ചെയ്തു, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകുക, ചിക്കാഗോ പട്ടണത്തിലൂടെ കടന്നു പോകുക, ന്യൂയോർക്ക് പട്ടണത്തിലൂടെ കടന്നു പോവുക, എറണാകുളം പട്ടണത്തിലൂടെ കടന്നു പോവുക, കോട്ടയം നഗരത്തിലൂടെ കടന്നു പോവുക, തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോവുക, ബാംഗ്ലൂർ നഗരത്തിലൂടെ കടന്നു പോകുക. ഇതെന്താ പറഞ്ഞെന്നറിയാമോ? നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. രാവിലെ എഴുന്നേറ്റ് കരയാണ്, ദൈവമേ, ഈശോമിശിഹായുടെ അതിദാരുണമായ പീഡാസഹനത്തിന് യോഗ്യതയാൽ ഈ ദേശത്തോട് ലോകം മുഴുവനോടും കരുണയായിരിക്കണമെന്ന് ഹൃദയം തുറന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുമെന്ന് നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്. കരുണ കാണിക്കരുത്. വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുത്. നമുക്ക് ദൈവിക സംരക്ഷണം വേണം. ഇതാണ് പറയുന്നത്. ഇത് ദൈവത്തിന് മുഖന്നോട്ടമൊന്നുമല്ല. അവിടെ സംരക്ഷണം ദൈവം പറയാണ്, ഈ പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളോർത്ത് കരഞ്ഞ് നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ നെറ്റിയിൽ അടയാളമിട്ട് അവരെ സംരക്ഷിക്കുക. ഇത് ദൈവവചനമാണ്. എസെക്കിയേൽ 9. ഇപ്പം നമ്മൾ ഈ ദേശത്ത് നമുക്കറിയാം, അബ്രാഹത്തെ ഉൽപ്പത്തിയിൽ നമ്മൾ 18 കാണുന്നുണ്ട്. അബ്രാഹത്തെ സന്ദർശിക്കുവാനായി അല്ലേ 100 വയസ്സായി ഏകദേശം അബ്രാഹത്തിന് 90 വയസ്സ് സാറ അപ്പാടെ ദൈവത്തോട് ചെന്ന് ദൈവം പറഞ്ഞു കേട്ട് പോയതാ. പക്ഷെ ഒരു കാര്യം നടക്കുന്നില്ല, വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അബ്രാഹത്തെ സന്ദർശിക്കാനായി മാമ്രയുടെ ഓക്ക് മരത്തോപ്പിന്റെ അടുത്ത് ദൈവമായ കർത്താവ് അവിടെ വന്നിരിക്കുകയാണ്. 3 വ്യക്തികളുടെ രൂപത്തിൽ കാണപ്പെട്ടു അവിടെ ദൈവം. താൻ ഒറ്റയ്ക്ക് വസിക്കുന്ന ആ സ്ഥലത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അപരിചിതമായ അബ്രാഹത്തിന് മനസ്സിലായി പലപ്പോഴും ഇടപെട്ട ദൈവമാണ് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അബ്രാഹം ദൈവത്താണു വണങ്ങിയിട്ട് അബ്രാഹം വീട്ടിലേക്ക് പോയി വേലക്കാരോട് പറഞ്ഞ ഒരു നല്ല കാളക്കുട്ടിയെ കൊന്നിട്ട് അതിനെ പോകരുത്, നിങ്ങളവിടെ നിൽക്കണം, പോകരുത് കേട്ടോ, ഞാൻ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ട് വന്നതല്ലേ, ഞാൻ ആ ഭക്ഷണമൊക്കെ ഒരുക്കി. ഇത് പ്രാർത്ഥന. ഇത് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു അബ്രാഹം. അവൻ പോകുന്നതിന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ അബ്രാഹത്തോട്, അബ്രാം എന്നാണ്, നിന്റെ ഭാര്യ സാറാ എവിടെ? അവള് കൂടാരത്തിലുണ്ട്. ആ പാടെ വിഷമിച്ചിരിക്കുക, മക്കളൊന്നും ഇല്ലാതെ കൂടാരത്തിലുണ്ട്. അബ്രാം പറഞ്ഞ ഒരു കാര്യം പറ, അടുത്ത വർഷം ഈ സമയത്ത് അവൾക്കൊരു കുഞ്ഞുണ്ടാകും. സാറ അത് കേട്ട് ചിരിച്ചു. 90 വയസ്സായി, എല്ലാം മക്കളുണ്ടാകുന്ന അവസ്ഥയെ കഴിഞ്ഞതാണ്. സാറ അതുകൊണ്ടാണ് ചിരിച്ചത്, ദൈവത്തെ കളയാ. അവള് ചിരിച്ചപ്പോൾ കർത്താവ് അത് കണ്ടു, കർത്താവ് അത് കേട്ടു. ചോദിച്ചു, എന്താ അവള് ചിരിച്ചത്? സാറ പേടിച്ചു. ഞാൻ ചിരിച്ചൊന്നുമില്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. ഒരു സാക്ഷ്യമായിരുന്നു. സാറ ജീവിതകാലം മുഴുവൻ ഓർത്തിരുന്നതാണോ അത്? ദൈവമായ കർത്താവ് തന്നോട് ചോദിച്ച ചോദ്യം, പൗലോസിനോട് നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് ചോദിച്ചതുപോലെ, നീ എന്തിനാണ് ചിരിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ? ദൈവത്തെ നമ്മൾ സംശയിക്കരുത്. ഞാൻ പറഞ്ഞത്, യേശുവിനെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. ഇത് വലിയൊരു മേഖലയാണ്.
അവിടെ അബ്രാഹാം ഈ 3 പേര് സൊദോമിന് നേരെ പോവാണ്. സൊദോം ഗൊമോറ അവിടെ മ്ലേച്ഛത നടക്കുകയാണ്. അവിടെ അവിടെ മ്ലേച്ഛത നടക്കുമ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, അവിടുന്ന് നിലവിളി, അവിടുത്തെ ആത്മാക്കൾ, മനുഷ്യർ പാപം ചെയ്യുമ്പോൾ ആത്മാക്കൾ നിലവിളി അവിടുന്ന് തീരുന്നുണ്ട്. അത് മധ്യസ്ഥ പ്രാർത്ഥന. പോകുന്ന വഴിക്ക് അബ്രാഹാം സൊദോം ഗൊമോറ, അപ്പം ദൈവം ചിന്തിച്ചു, ഈ അബ്രാഹത്തിനെ ഞാൻ വലിയ ജനതയാക്കി മാറ്റി. ഇവരോട് അങ്ങനെ പറയാതെ പോകുന്നു. ഇതിനുള്ള നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അവിടെ അബ്രാഹാം ദൈവത്തോടും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ 50 പേരുണ്ടെങ്കിൽ, 45 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ ശിക്ഷിക്കോ? ഇല്ല. അവിടെ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അബ്രാഹാം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ തിമോത്തിയോട് പറഞ്ഞൊരു അതുകൊണ്ട് നിർത്തുകയാണ്. അതായത് തിമോത്തിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 1 തിമോത്തി 2-ാമത്തെ അധ്യായത്തിൽ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകൾ അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം ഓർപ്പിച്ചതുപോലെ പ്രസിഡന്റുമാർക്കും രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ പ്രാർത്ഥിക്കേണ്ടതാകും, ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാകുന്നു. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യവും അത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട സാക്ഷ്യവുമായിരുന്നു. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.